ജടകാൽപന്തല്ലാതെ. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ബാച്ചായ ടീം 96ന്റെ നേതൃത്വത്തിൽ ടോണി മെമ്മോറിയൽ ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. പാവറട്ടിയിലെ മനപ്പടി സോക്കർ ലാൻഡ് ടർഫിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നത്. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുഹൃത്തായിട്ടുള്ള ടോണിയുടെ സ്മരണാർത്ഥം നടത്തുന്ന ടോണി മെമ്മോറിയൽ ജില്ലാതല സെവൻസ് ടൂർണമെന്റിന് കിക്ക് ഓഫ് ആവുകയാണ്. ഇവിടെ ഫേസ് ഓഫ് പുതുമനശ്ശേരി, ടെക്സൻസ്, കൈതമുക്ക് എന്നിവരാണ് ആദ്യ മത്സരത്തിന് പങ്കുചേരുന്നത്. ജില്ലയിലെ തന്നെ 8 ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇത് 2ാം തവണയാണ് തങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ പ്രിയ കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കായി ടീം 96 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ 8 പ്രമുഖ ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുല്ലശ്ശേരി ബ്ലോക്ക് മെമ്പർ ഷാജൻ മാസ്റ്റർ നിർവഹിച്ചു. ഒരുപക്ഷെ പല സ്കൂൾ ബാച്ചുകളും ഇതുപോലെ കൂടുകയും അല്പം കഥ പറഞ്ഞ് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത് അനുഭവിക്കുന്നവരാണ് നമ്മൾ. എൻ്റെ സ്കൂൾ ബാച്ച് 1978-79 ബാച്ച് ഇതുപോലെ ആകെ കൂടിയത് 3 തവണയാണ്. ഒരു തവണ അവസാനത്തെ തവണ 2 ആഴ്ച മുമ്പ് കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാ തിങ്കളാഴ്ചകളിലും ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് കളിക്കാനും ഒരുമിച്ച് വെറിയെടുക്കാനും വാശി പിടിക്കാനും തല്ലുകൂടാനും ബോൾ മേത്തക്കടിക്കാനും ഒക്കെ ആ സൗഹൃദം കൊണ്ട് ഇങ്ങനെ ഒരു നൂലുകൊണ്ട് കെട്ടിയിട്ട് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അസൂയയാണ് എനിക്ക് തോന്നാറ്. 120ഓളം ക്ലാസ്മേറ്റ്സ് ഇതുപോലെ ഒരുപോലെ എല്ലാ തിങ്കളാഴ്ചകളിലും സായാഹ്നങ്ങളിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന മനോഹരമായ കാഴ്ച മറ്റു പല ബാച്ചുകൾക്കും ഒരുപക്ഷെ ഇല്ലാത്തതാകാം. ചില ബാച്ചുകളൊക്കെ അങ്ങനെ കളിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും ഇങ്ങനെ കൃത്യമായി എല്ലാ ആഴ്ചയും ഒരുമിച്ച് കൂടുന്ന സൗഹൃദം പുലർത്തുന്ന ഒരു കൂട്ടായ്മയായി 96 ബാച്ചിനെ കാണുകയാണ്. ടോണി ഇവിടെ ഗോൾ പോസ്റ്റിൽ ഗോളിയായി നിന്ന് അവിടെ ഉഴഞ്ഞു വീണതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തെ താങ്ങാൻ, കൊണ്ടുപോകാൻ, അദ്ദേഹത്തിന്റെ ചികിത്സകൾക്ക് നേതൃത്വം കൊടുക്കാൻ, ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ ഇടപെടാൻ ഈ 96 ബാച്ച് സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും ടോണിയുടെ സമീപത്തിരുന്ന് പാട്ടുപാടി സന്തോഷിപ്പിച്ച് അദ്ദേഹത്തെ പുതുജീവിതത്തിലേക്ക് നയിക്കാനുള്ള കൃത്യമായ ശ്രമം നടത്തിയ ഒരു കൂട്ടായ്മ കൂടിയാണ് 96 ബാച്ച് എന്ന് പറയുമ്പോൾ അതിലെ ഓരോ ബാച്ച് മേറ്റിനും അഭിമാനത്തോടെ നിൽക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം സൗഹൃദപരമായി 1ാമത്തെ ടോണി മെമ്മോറിയൽ ട്രോഫി നടന്നെങ്കിൽ അടുത്ത വർഷം 3ാമത്തെ മത്സരം നടത്താൻ ഇവർക്ക് കഴിയേണ്ടതുണ്ട്, കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി നിങ്ങളെ ഏവരുടെയും സമ്മതത്തോടെ ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ജെബിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഷാജഹാൻ വലിയകത്ത്, AL കുര്യാക്കോസ്, ഷിബു, ജയകൃഷ്ണൻ, ഹബീബ്, തോംസൺ എന്നിവർ സംസാരിച്ചു. ഏറെ ആദരണീയനായ ഷാജൻ മാസ്റ്റർ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ടോണിയുടെ വളരെ പ്രിയപ്പെട്ട മക്കൾ, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും ആദ്യമായി തന്നെ ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. കാരണം നമ്മുടെ ഈ ബാച്ചിൽ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഇത്രയും പേരെ ഒന്നിച്ച് ഇങ്ങനൊരു വലിയൊരു സദ്യോദ്യമത്തിന് പുറകിൽ പ്രവർത്തിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഗൾഫിൽ നിന്നിരുന്നായാലും അല്ലെങ്കിൽ പ്രവാസികളായിട്ടാണെങ്കിലും ഒരുപാട് സന്തോഷിക്കുന്ന, ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒരുപാട് അഭിമാനിക്കുന്ന, നല്ല പ്രവർത്തികൾ കാഴ്ചവെക്കുന്ന എല്ലാവർക്കും, എൻ്റെ പ്രിയ കൂട്ടുകാർ തന്നെയാണ്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം ടോണിയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിലെ എന്തെങ്കിലും അവർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലുള്ള സമയം വരെ എൻ്റെ കൂടെ എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ട് ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ചെയ്യുന്ന പരിപാടികൾ എന്താണെന്ന് പോലും അറിയില്ല, പക്ഷെ ഞാനൊരു കാര്യത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളിൽ 96 വന്ന ഈ ബാച്ച് 100% ഈ ബാച്ച് നികത്തുന്നു എന്ന് തന്നെയാണ് ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ടോണിയെ വലിയ രീതിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു. അതേപോലെ 96 ആയാലും ഏത് ബാച്ചായാലും അത്തരത്തിലുള്ള നമ്മളുടെ സഹപാഠികളെയും സുഹൃത്തുക്കളെയും
വളരെ ചെറുപ്പത്തിൽ നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ടോണിക്ക് വേണ്ടി ടീം 96 ഒരുക്കുന്ന ടോണി മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സീസൺ 2 ഉദ്ഘാടകനായ ഷാജൻ മാസ്റ്റർ ഈ പ്രോഗ്രാം എന്ത് പ്രോഗ്രാം ടീം 96 ചെയ്യുന്നെങ്കിലും അതിന് സപ്പോർട്ടായിട്ട് എപ്പോഴും ഷാജൻ മാസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ഷാജൻ മാഷെ നന്ദി അറിയിക്കുന്നു. അതുപോലെ അധ്യക്ഷനായ ജബീൻ വളരെയധികം തിരക്കിലായിരുന്നു. മഴവിൽ മനോരമയുടെ പ്രോഗ്രാമിൻ്റെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വളരെ അടിപൊളി പ്രോഗ്രാമായിരുന്നു. ടീമിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന് തിരക്കിനിടയിലും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഞങ്ങൾക്ക് ഇവിടെ അധ്യക്ഷനായി വരാൻ കാണിച്ചതെന്ന് രേഖപ്പെടുത്തുന്നു. പന്തിനുള്ളിൽ കാറ്റ് നെഞ്ചിനുള്ളിൽ നീറ്റ്, പന്തിനുള്ളിൽ കാറ്റ് നെഞ്ചിനുള്ളിൽ നീറ്റ്, ഗാലറിയിലത ബെറ്റ് വെളുക്കുവോളം ഉറക്കമറ്റ് കളി കാണുന്നൊരു കൂറ്റ്, വെളുക്കുവോളം ഉറക്കമറ്റ് കളി കാണുന്നൊരു കൂറ്റ്. കുറ 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 Hurra, hurra. സിംഗപ്പൂർ മാരത്തോണിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ 96 ബാച്ച് അംഗം സുബേദാർ ഷാനവാസാണ് വിജയികൾക്ക് സമ്മാന വിതരണം നടത്തിയത്. ഒന്നാം സ്ഥാനം നേടിയ MRും ടീമും ഗുരുവായൂരിന്, ആദിൽ യൂസഫ് ആൻഡ് ബിസിനസ് സർവീസ് സ്പോൺസർ ചെയ്ത ട്രോഫിയും ടീം 96 സ്പോൺസർ ചെയ്ത ക്യാഷ് പ്രൈസുമാണ് സമ്മാനമായി ലഭിച്ചത്. രണ്ടാം സ്ഥാനം നേടിയ യുണൈറ്റഡ് സ്പോർട്സ് പാവറട്ടിക്ക് മാറ്റ് അഡ്വർടൈസിംഗ് സ്പോൺസർ ചെയ്ത ട്രോഫിയും ടീം 96 സ്പോൺസർ ചെയ്ത ക്യാഷ് പ്രൈസും സമ്മാനമായി ലഭിച്ചു. ബെസ്റ്റ് പ്ലെയർ, ടോപ്പ് സ്കോറർ, ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നിങ്ങനെ മികച്ച വ്യക്തിഗത പ്രകടനങ്ങൾക്കും പ്രത്യേകം ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനമായി നൽകി. മത്സരങ്ങൾ കാണുന്നതിനും കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വൻ ജനക്കൂട്ടമാണ് എത്തിച്ചേർന്നത്.